ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ചെറിയൊരു തക്കാളി കറി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അത് ചോറിനും കഴിക്കാം, അതുപോലെ തന്നെ പിന്നെ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഇഡ്ഡലിക്കോ ദോശയ്ക്കൊക്കെ കഴിക്കാവുന്ന ഒരു സിമ്പിൾ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു തക്കാളിക്കറി. ഇതാ 3 തക്കാളി ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് തക്കാളി എടുക്കണം കേട്ടോ. തക്കാളി തൊലി കളഞ്ഞ് വെച്ചേക്കുക. 3 തക്കാളി എടുത്തുകൊണ്ട് 1 സവോള പൊടിയായി എരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയില, കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് കടുക്, ഇതൊക്കെ തന്നെ മതി കേട്ടോ. ഒരു ലേശം മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതാ നോക്കിയേ, ഈ തക്കാളിയൊക്കെ ഇല്ലേ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ പൊടിയായി എരിഞ്ഞെടുക്കണേ. നമ്മൾ പാനൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിനകത്ത് ഇപ്പം വെജിറ്റബിൾ ഓയിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാവേ. വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, സവാള ഇട്ട് കൊടുക്കാവേ, പച്ചമുളക്, തക്കാളി ഈ ഒപ്പം തന്നെ ഇടാം കേട്ടോ. കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്. തക്കാളി സവോളയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വഴരണം കേട്ടോ. ഇത് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. കാര്യം വെച്ചാൽ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, അപ്പോൾ ഒരു ലേശം എണ്ണ കൂടുതൽ ഒഴിക്കണം. എന്നിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. തക്കാളിയും സവോളയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ട്, ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന കറിയായിരിക്കും. പക്ഷെ എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാം. ഇത് പിള്ളേർക്കൊക്കെ ആണെങ്കിലും സ്കൂളിൽ കൊടുത്തു വിടാനും നല്ലതാണ്. നിങ്ങളുണ്ടാക്കുന്നതാണെങ്കിൽ പോട്ടെ, ഇല്ല എങ്കിൽ ഇതുപോലെ ഇത് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് നല്ലപോലെ എണ്ണ തെളിയുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇല്ല എങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചും വേവിക്കുക, എണ്ണ അത്ര വേണമെന്ന് ഇല്ലാത്തവർക്ക്. ഞാനിപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചില്ല, ഞാനപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാണ് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തത് കേട്ടോ. തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നപ്പം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മതി കേട്ടോ. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണേ, മതി. എരിവ് ഒത്തിരി ആവണ്ട. പച്ചമുളകിൻ്റെ നല്ല എരിവുള്ള പച്ചമുളക്. കുറച്ച്, നമ്മളിപ്പോൾ 3 തക്കാളിയിലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി. പിഞ്ച് കായപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാവേ. 1/4 ഗ്ലാസ് വെള്ളം. അത് നിങ്ങൾക്ക് എത്ര അതിൻ്റെ ആ ഒരു കറി വേണോ അതിനനുസരിച്ച് ഒരിച്ചിരി ചൂടുവെള്ളം ഒഴിക്കുക. ഈ ഒരു കുഴമ്പ് പരുവത്തിലാണ് എടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി. നല്ലൊരു തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. മിക്കവാറും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ചപ്പാത്തിക്കൊക്കെ നല്ലതല്ലേ. ചപ്പാത്തിക്കും ഇഡലിക്കും ചോറിനും ഒക്കെ നല്ലതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.